നമ്മുടെ അയലക്കുട്ടന്മാരെ നമുക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അതിനകത്ത് പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ട് പിടിക്കും കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് പറയണ്ട. കപ്പയോ ചക്കയോ എന്ത് പുഴുക്കിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തി, അപ്പം, ദോശ, ഇഡ്ഡലി എല്ലാത്തിൻ്റെ കൂട്ടത്തിലൊക്കെ തിന്നാൻ നാളെ അടിപൊളിയായിരിക്കും കേട്ടോ. ഹായ് കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. നമുക്ക് നമ്മുടെ അയലമീൻ ഇവിടെ കുറച്ചുണ്ട്. ഞാനിവിടെ എല്ലാം കഴുകി വെട്ടി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മീനെ ഇന്നൊന്ന് കറി വെക്കാം. കുടംപുളി ഉരുക്കി ഒഴിച്ച് മുളകിട്ട് ഒരു മീൻ കറി, അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം എൻ്റെ രീതിയിൽ ഞാനൊരു കുടംപുളി ഉരുക്കി ഒഴിച്ച് മുളകിട്ട് ഒരു മീൻ കറിയാണ് വെക്കുന്നത്. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. എങ്കിലും ഞാൻ ചെയ്യുന്ന മീൻ കറിയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീൻ കറിയിലേക്ക് പോകാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. വാ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മീൻ ആവശ്യമായിട്ട് വഴറ്റാനായിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശരിക്കും വഴറ്റിയെടുക്കാം. വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. പൊടികളിട്ട് വഴറ്റി ഞാനിവിടെ എന്നാ ചെയ്യുന്നതെന്ന് കുടംപുളി ഉരുക്കി ഒഴിച്ച മീൻകറിയാണേ. അതുകൊണ്ട് ഇതേ കുടംപുളി ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ എങ്ങനെ ഉരുക്കുന്നത്? അത് കുടംപുളി ഇട്ട് വെള്ളം ഇട്ട് അടുപ്പത്ത് വെച്ച് അതിന് ശകലം ഉപ്പ് ഇട്ട് വെച്ച് കരിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ ഉരുക്കി വെച്ചു. ഇവിടെ നന്നായി തിളപ്പിക്കണം അല്ലേ? തിളപ്പിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുടംപുളി ഉരുക്കി ഒഴിച്ച മീൻകറിയാണ് കേട്ടോ. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഉള്ളി പച്ചമുളകും എല്ലാം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വഴന്നു വന്നു, നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മഞ്ഞൾ പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഞാൻ എടുത്തു വെച്ചത് മീൻ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഇതിൻ്റെ പച്ചമണവും പച്ചക്കൊത്തും ഒന്ന് പോകുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ഇങ്ങനെ വഴറ്റിയെടുക്കുവാണ്. അതിനോട് കൂട്ടത്തിൽ തീ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. പൊടി വഴറ്റുമ്പോൾ അതിൻ്റെ കരിഞ്ഞു പോകും. അധികം മൂത്ത് വല്ലാണ്ടായി പോകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ പാകത്തിന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് നല്ലപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം, ഉരുക്കി വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളം നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുക. പുളി ചേർക്കുന്നുണ്ടോ? പുളി ചേർക്കണ്ടോ? പുളി കൂടിയില്ലെങ്കിൽ പുളി വേണമെങ്കിൽ ഇടാന്നേ ഉള്ളൂ. ഒപ്പം ചടിപ്പി അതിപ്പം സാരമില്ല. പുളിവെള്ളം ഉരുക്കി വെച്ചേക്കുന്നതുകൊണ്ട് അത് മതിയാവും. ആ പുളി മതിയാവും. അപ്പം നമുക്ക് ഈ മീനിൻ്റെ ഗ്രേവി ഒന്ന് തിളയ്ക്കുന്നതിൻ്റെ വരെ മൂടി വെക്കാം. നമ്മൾ ഉരുക്കിയ പുളിവെള്ളമാണ് മീനകത്ത് ചേർത്തേക്കുന്നത്. പുളി ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഈ പുളി നമുക്ക് ഇനി വല്ല ഉണക്കമീനും കറി വെക്കുമ്പോൾ എന്തിൻ്റെയും കൂടത്തിലിട്ട് കറി വെക്കൂലേ, എന്താ ചേമ്പിൻ്റെ കൂട്ടത്തിൽ ഉണക്കമീൻ അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ കൂട്ടത്തിൽ ഉണക്കമീൻ, അങ്ങനെ ഇട്ട് കറി വെക്കുമ്പോൾ നമുക്ക് ഈ പുളി ഇട്ട് വെക്കാം. ഇത് പുളി എടുത്ത് കളയണ്ട, അത് നമുക്ക് പാകത്ത് വെക്കാം. ഇതിൻ്റെ ഇപ്പം ഉരുക്കിയ നീര് മാത്രമാണ് മീനകത്ത് ഒഴിച്ചേക്കുന്നത് മീനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് ഒരു ഉപയോഗം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ പുളീനെ കളയാതെ ഇവിടെ വെക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചോന്ന് നോക്കാം. അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നല്ല അയലമീൻ, നമ്മുടെ അയലക്കുട്ടന്മാരെ നമുക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവരിവിടെ കിടന്നിട്ട് വെന്തിട്ട് ഇച്ചിരി പറ്റി വരും, നല്ല കുറുകി വരുമ്പോൾ നമുക്ക് കറി റെഡിയായി കിട്ടും. മുഴുത്ത അയല കഷ്ണം അല്ലേ? അതെ അതെ, നമ്മൾ 3 ആക്കി മുറിച്ചല്ലേ ഒരു മീനെ. അല്ലെങ്കിൽ പിന്നെ അത് തീരെ അങ്ങ് പൊടിയായി പോവില്ലേ? അതെ, മുറിക്കാണ്ടിട്ടാൽ വല്ലാണ്ട് വലുതുമാകും. ചട്ടിയാണ് ഇച്ചിരി ചെറുതായിപ്പോയെന്ന് തോന്നുന്നു. അയലയുടെ വലിപ്പം കാരണം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റായിരുന്നു. ഇത്രയും മീനൊക്കെ ഇതിനകത്ത് സാരമില്ല, ചട്ടി കൊള്ളും.
ഇനിയിപ്പോൾ ഇത് തിളച്ചൊന്ന് പറ്റിയാൽ മതിയല്ലോ, മീൻ വെന്താൽ മതിയല്ലോ. അതെ, തിളച്ച് പറ്റി ഈ ഗ്രേവി ഒന്ന് കുറുകി വരണം. ഈ മീനിലെല്ലാം പിടിച്ചിട്ട് ഗ്രേവി കുറുകണം. അപ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പില നല്ല ഫ്രഷായിട്ടുള്ള അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മെല്ലെ തീക്കകത്തിരുന്നതങ്ങ് വെന്തോട്ടെ, ശരിക്കും വെന്ത് പറ്റട്ടെ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ പൂർണ്ണമായി, ഇവിടെ വെന്തു പറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ പൂർണ്ണമായി കേട്ടോ, ഫിനിഷായി നമ്മുടെ മീൻകറി. അപ്പം അതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പുമുണ്ട്, പുളിയുണ്ട്, എല്ലാം ഗംഗേമമായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി അത് അതിനകത്തിരുന്ന് പറ്റി നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. ഈ മീൻകറി വെച്ചാലേ, ഈ കുടംപുളി ഉരുക്കി വെച്ച മീൻകറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ വെക്കുന്ന പടിയെ തിന്നാൻ അത്ര ശേലില്ല, ടേസ്റ്റില്ല. ഇത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അതിനകത്ത് പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ട് പിടിക്കും കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് പറയണ്ട. കപ്പയോ ചക്കയോ എന്ത് പുഴുക്കിൻ്റെ കൂട്ടത്തിലും, ചപ്പാത്തി, അപ്പം, ദോശ, ഇഡ്ഡലി എല്ലാത്തിൻ്റെ കൂട്ടത്തിലൊക്കെ തിന്നാൻ നാളെ അടിപൊളിയായിരിക്കും കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ അയല മുളകിട്ട് വറ്റിച്ചെടുത്ത കറിയാണിത്. കുടംപുളി ഒരുക്കി ഒഴിച്ച് കറി വെച്ചതാണ്, പഴയ ഒരു നാടൻ സ്റ്റൈലിൽ. അപ്പോൾ ഈ മീൻകറി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഈ മീൻകറിക്ക് നമ്മൾ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തു. ഇനി നമ്മുടെ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ മീൻകറിക്കൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അപ്പം നമ്മുടെ അയലമീൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്ക്, മീനൊക്കെ എങ്ങനെയുണ്ടെന്ന് കൂട്ടി നോക്ക്. പുളി ഉപ്പും ഒക്കെ ഉണ്ടോ? പുളി ഉപ്പൊക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. സൂപ്പർ. ഞാൻ കഴിക്കട്ടെ കേട്ടോ. ശരി, ബൈ. ബൈ.